അപ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെയും കാണാത്ത മഴയും കാറ്റും ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. കാറ്റും ഇടിയും മഴയും. അപ്പോൾ ഞങ്ങൾ ഒന്നും അറിയുന്നില്ല, അമ്മയൊന്നും അറിയുന്നില്ല, അമ്മയൊന്നും അറിയിച്ചതുമില്ല. ഒരു 12 മണിയൊക്കെ, ഒരു 10 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സിനിമ സ്ലൈഡ് എഴുതി കാണിച്ചു. അങ്ങനെയാണ് പിന്നെ അമ്മ എല്ലാവരും അറിയുന്നത്. നവംബർ 10-ാം തീയതി ഞാനും കുഞ്ഞുങ്ങളും അണ്ണനുമായിട്ട് ബേബിണ്ണെ കാണാൻ വേണ്ടി പോയിരുന്നു. പോയ സമയത്ത് ഒരു ഫോട്ടോ, അണ്ണൻ്റെ ഒരു വലിയ ഫോട്ടോ വന്നിട്ട് പറഞ്ഞ ഫോട്ടോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഞങ്ങൾ പറഞ്ഞത് അണ്ണനെ ഇരിക്കട്ടെ, കൊണ്ടുപോകാൻ ഇരിക്കട്ടെ. പറയില്ല, ഞാനവിടെ വയ്ക്കാനാ ഇനി, നിങ്ങൾ അതിനെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ അതിന് നസീർ സാറല്ലാണ് സഞ്ചാരിയുടെ ഷൂട്ടിംഗ് സമയത്താണ്. അതിനുശേഷം ഞങ്ങൾ ഈ ഫോട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരത്ത് മകനെ എടുത്തിട്ട് എൻ്റെ ഈ ജയൻ ഇപ്പോഴത്തെ എൻ്റെ രണ്ടാമത്തെ മകനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, 17-ാം തീയതി ഉച്ചയ്ക്ക് 11:30 ഫ്ലൈറ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അപ്പോൾ നീ കുഞ്ഞിനെ നിങ്ങൾ അനിയനോട് പറഞ്ഞ് നീ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ വരണം, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. പക്ഷേ ആ നവംബർ 17-ാം തീയതി 11:30 മണിക്കാണ് അണ്ണൻ പറഞ്ഞ ഫ്ലൈറ്റിലാണ് എൻ്റെ ബോഡി കൊണ്ടുവരുന്നതും. എല്ലാവരും എന്തോ ഒരു മുന്നറിയിപ്പ് ഉൾവിളി ഉള്ളതുപോലെ ആയിരുന്നു എല്ലാം ഞങ്ങളുടെ എല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും. പിന്നെ അച്ഛൻ്റെ ഫോട്ടോ കൊടുത്തപ്പോഴും പറഞ്ഞു, എന്തിനാ അച്ഛൻ്റെ ഫോട്ടോ സൂക്ഷിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും ഇതെല്ലാം പറഞ്ഞു. ഞങ്ങൾ ആ സന്തോഷത്തോടെ യാത്ര അയച്ചതൊക്കെ. പക്ഷെ ആ 17-ാം തീയതി 11:30 മണിക്കാണ് ബോഡി കൊണ്ടുവരുന്നത് ഒക്കെ. അങ്ങനെ ഇരുന്നപ്പോഴായി രണ്ടാമത്തെ മകനെ പ്രസവിച്ച് 10-15 ദിവസം ആയതേ ഉള്ളൂ. അയാൾക്ക് അത്രയും ദിവസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ വേണുഗോപാൽ ഞങ്ങൾ പേരിട്ടത്. അപ്പോൾ ഇങ്ങനെ സിനിമയുടെ ആൾക്കാരും ആരാധകരും ഒക്കെ ഇങ്ങനെ എടുത്തയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അയാൾക്ക് ജയനെന്ന് പേരിടണം. പിന്നെ അങ്ങനെയാണ് ഇയാൾക്ക് ജയനെന്ന് പേരിട്ടത്. എൻ്റെ പേര് വേണുഗോപാൽ എന്നായിരുന്നു. പിന്നെ വലിയ മരിച്ച സമയത്താണ് എനിക്ക് പേര് മാറ്റി ഇങ്ങനെ ജയൻ എന്നാക്കി സ്കൂളിൽ ഇങ്ങനെ വിളിച്ചു തുടങ്ങിയത്. അത് കൂട്ടുകാർക്ക് പലർക്കും അതൊരു തമാശയായിട്ട് കാണാറുണ്ട്. പിന്നെ ചിലർ പ്രത്യേകത ആയിട്ട് കാണാറുണ്ട്. പിന്നെ ആ പേരിപ്പോൾ കിട്ടിയതിൽ സന്തോഷമുണ്ട്, അങ്ങനെ ആൾക്കാരെ വിളിക്കുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് അവൻ. ഞങ്ങൾ പൊന്നച്ചമ്മീട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെയാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് അംഗങ്ങളാണ്. പക്ഷേ അവൻ വളർന്നതൊക്കെ തേവളിലായിരുന്നു അവൻ്റെ അച്ഛന് ജോലി. അവിടെ ആയിരുന്നു പ്രസവിച്ചതും വളർന്നതുമൊക്കെ. പിന്നെ ഒരു സമയമായപ്പം കുടുംബം എല്ലാം വരി വെച്ച് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്നു, വീട് വെച്ച് താമസം ആക്കിയതാണ്. പഠിച്ചത് ഇവിടുത്തെ കൊല്ലത്ത് സ്കൂളിൽ തന്നെയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ NCC ഇങ്ങനെ ചേരാനായിട്ട് സ്കൂളിൽ നിന്ന് NCCക്ക് അത് ചേർത്ത് ഇങ്ങനെ വന്നൊരു ക്യാപ്റ്റൻ നായരെന്ന് പറഞ്ഞൊരു പാർട്ടി വന്നിരുന്നു. ആ പുള്ളിക്ക് എന്നെ കൊണ്ടുപോയാൽ കൊള്ളാം, വരുന്നു, മിടുക്കനാണെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി. അങ്ങനെ വരുന്നു പറഞ്ഞ് അങ്ങനെ എറണാകുളത്ത് കൊണ്ടുപോയി നേവിയിൽ ഇൻ്റർവ്യൂ നടത്തി. പുള്ളി അതിനകത്ത് നേവിയിൽ ചേർത്തങ്ങനെ പിന്നെ നേവി ചേർത്ത് കഴിഞ്ഞ് അവർ കൊണ്ടുപോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അവരെ കൊണ്ടുപോവില്ലേ ചെയ്യുന്നത്. നമുക്ക് പിന്നെ അവരെ പറ്റി ഒന്നും അറിയാൻ ഒക്കത്തില്ല. അവർ കൊണ്ടുപോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് ജോലി കൊടുത്തു. ജോലിക്കകത്തിരുന്ന് 10-15 കൊല്ലം സർവീസിലിരുന്ന് പെറ്റി ഓഫീസറോ എന്തോ ആയിട്ടാണ് പിരിയുന്നത്. ഇവിടുന്ന് നല്ല എന്തോന്നൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരും, തള്ളായി വന്ന് കാണി, അങ്ങനെ പോയി വന്നൊക്കെ ഇരുന്ന് അവസാനം എറണാകുളത്ത് ക്യാമ്പായി. എറണാകുളത്തൊരു ഹോട്ടലിൽ മുറിയൊക്കെ എടുത്ത് അവിടെ ആയിരുന്നു ക്യാമ്പ്. അവിടെ ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ ഇങ്ങനെ ചാൻസ് കിട്ടി. മദ്രാസിൽ പോയി ഇരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ വന്നിരുന്നു. അനിയനെയും അമ്മയൊക്കെ കണ്ടതിന് ശേഷം പോയി ഞങ്ങളുമൊക്കെ കാണാറുണ്ടായിരുന്നു. വന്നിരുന്നാൽ ഒരു ദിവസത്തേക്കുള്ളിൽ ഇവിടെ നിൽക്കത്തില്ല, പിന്നീട് അങ്ങ് പോകും. ഷൂട്ടിംഗ് ഉണ്ടെന്നും പറഞ്ഞ് പോകും. ആളുകളുമായിട്ടൊക്കെ നല്ല സഹകരണമായിരുന്നു, സ്നേഹമായിട്ടൊക്കെ നിന്നതാണ്. എല്ലാവരുമായിട്ടും വന്നായിരുന്നു സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരുമായിട്ടും പെരുമാറുകയൊക്കെ ചെയ്യും. പിന്നെ വലിയ കൂടുതൽ സമയം ഇവിടെ നിൽക്കത്തില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ കാണും. അത് കഴിയുമ്പോൾ അങ്ങ് പോകും, മദ്രാസിന് പോകും. അങ്ങനെ ആ സാധാരണഗതിയിൽ. കിച്ചൻ്റെ അന്ന് ഞങ്ങൾ രാത്രി സിനിമയും കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴാണ് രവികുമാർ സാറോടെ നടൻ രവികുമാർ നിൽക്കുമ്പോഴാണ് പിന്നെ എന്താ സംഭവം എന്നുള്ള ഹെലികോപ്റ്ററിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. മരിച്ചോ ഇല്ലയോ എന്ന് തീർത്ത് അങ്ങനെ പറയുന്നില്ല. അങ്ങനെ കുറേ നല്ല മഴ സമയം, രാത്രി 10-10:30 മണിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീട്ടിൽ പോവുകയും ചെയ്യും. രാവിലെ അറിയുന്നു ജയൻ മരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ നസീറും പിന്നെ ജോസ് പ്രകാശും അങ്ങനെയുള്ള നടന്മാരെല്ലാം അവിടെ വരുന്നു. വീട് തന്നെ അവർക്ക് അറിയാൻ പാടില്ല, നേരെ താഴോട്ടാണ് വരുന്നത്, ഡിപ്പോയിൻ്റെ അവിടെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞ് തിരിച്ചു അവർ വണ്ടി കയറി വരുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് 2-ൻ്റെ ഒരു 6-ൻ്റെ അന്ന് നസീർ വരുന്നു.
പൈസയും ഒരു സൂക്കേസുമായിട്ട് വന്നിട്ട് തള്ളയെടുത്ത് ആ ഭാരതീയമ്മയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അല്ല, ഒരു സൂക്കേസായിട്ട് കൊണ്ട് കൊടുക്കുന്നു. കുറേ സാധനങ്ങളും ഒരു 7 ലക്ഷം രൂപയായിട്ട് കൊടുക്കുന്ന കണ്ടിട്ട് ഞങ്ങളന്ന് ഉണ്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നു. കൊടുത്തിട്ട് പോകുന്നു. ഒരു കുടുംബം, ഭാര്യ, കുഞ്ഞ് എന്നെല്ലാം പറയുന്നത് എന്നെപ്പോലുള്ളവർക്ക് ഒരു സ്വപ്നം മാത്രമാണ്.